എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതിൽ ചുണ്ടിൽ. എത്ര ചൊരിഞ്ഞാലും കതിർ തീരുമോ നിന്റെ ചിത്രമനോഹരമിഴിയിൽ. ശ്രീകുമാരൻ തമ്പി സിനിമാതരി ഷീലയെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയൊരു പാട്ടാണ്. എങ്കിലും ഇപ്പോഴത്തെ നിലയ്ക്ക് അത് ഏറ്റവും അധികം യോജിച്ചിട്ടുള്ളത്, ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മുടെ മന്ത്രി വാസവനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഈ വരികൾ വളരെ വളരെ അന്വർത്ഥമാണ്. പുള്ളിയുടെ ആ ചിരി കണ്ടാൽ പിന്നെ അന്ന് ഒരു ദിവസം ഒന്നും ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും നമുക്ക് പ്രത്യേകിച്ച് വിശക്കുകയില്ല. പ്രേം നസീറിൻ്റെ ചിരിക്ക് പോലും ഇത്ര ഒരു രാമണീയകത്വം ഉണ്ടായിരുന്നില്ല, അത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നില്ല. അത്ര ഗംഭീരമായ ചിരിയാണ്, മനോഹരമായ ചിരിയാണ്. ഈ മനുഷ്യൻ മൃഗങ്ങൾ തമ്മിലൊരു പ്രധാന വ്യത്യാസം വെച്ചാൽ മൃഗങ്ങൾക്ക് ചിരിക്കാൻ പറ്റില്ല, മനുഷ്യർക്ക് ചിരിക്കാൻ പറ്റും. മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ അധികം പേര് ചിരിക്കാത്തവരാണ്. പലരുടെ മുഖത്തെ ഗൗരവം കണ്ടാൽ നാളെ കഴിഞ്ഞും മറ്റന്നാൾ വിപ്ലവം നടക്കാൻ പോകണം, നാലാം നാൾ ചെങ്കോട്ടയിൽ ചെങ്കുടി പാറും, ഇവരൊക്കെ ചേർന്നിട്ട് ഇവിടെ സോഷ്യലിസം നടപ്പാക്കും എന്ന് തോന്നും. ചിരിക്കാൻ അറിയാതിരിക്കുക അല്ലെങ്കിൽ ചിരിക്കാതിരിക്കുക എന്നുള്ളതൊരു സി പി എംകാരൻ്റെ അടിസ്ഥാനപരമായ യോഗ്യതയായിട്ട് പലരും വിചാരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കാരണഭൂതം തന്നെയാണ്. അദ്ദേഹം പുള്ളിയുടെ ഭാര്യയ്ക്കോ പിള്ളേർക്ക് എന്തെങ്കിലും ഗുണകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ചിരിക്കാറ്, അല്ലാത്തവയൊക്കെ ഭയങ്കര ഗൗരവമാണ്. പക്ഷേ അതുപോലത്തെ ഒരാളല്ല വാസവൻ. മാത്രമല്ല, ചിരിക്കാത്ത ഒരാൾക്ക് കോട്ടയം പോലത്തെ ഒരു സ്ഥലത്ത് പിടിച്ചേക്കാൻ പറ്റില്ല. കാണുന്ന എല്ലാവരും ചിരിക്കണം. പാർട്ടിക്കാരോട് മാത്രമേ ചിരിച്ചാൽ പോരാ, അനുഭാവികളോടും സഹയാത്രികരോടും ബുദ്ധിജീവികളോടും ബുദ്ധിയില്ലാത്ത ജീവികളോടും കോൺഗ്രസ്സുകാരോടും കേരള കോൺഗ്രസ്സുകാരോടും ലീഗുകാർ കുറവാണ് ഉള്ള ലീഗുകാരോടും അത്യാവശ്യം ബി ജെ പിക്കാരോടും എല്ലാവരോടും ചിരിച്ച് കളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞാൽ മാത്രമേ കോട്ടയത്ത് ഒരു രാഷ്ട്രീയ നേതാവായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ ഉദാഹരണം ഉമ്മൻചാണ്ടിയും മറ്റൊരു ഉദാഹരണം കെ എം മാണിയും വരും. ഈ ചിരിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് വൈക്കം വിശ്വന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വലിയ പാർട്ടിക്കകത്ത് വലിയ സ്വാധീനം ഉണ്ടായെങ്കിലും നിയമസഭയ്ക്കൊക്കെ നിൽക്കുമ്പോൾ ജയിക്കാതെ പോയി. അപ്പോൾ ചിരിക്കാൻ അറിയുന്ന ഒരു സഖാവാണ് വാസവൻ. മാത്രമല്ല ആൾ വില്ലാളി വീരനുമാണ്. അതുകൊണ്ടാണല്ലോ വൈക്കം വിശ്വനേക്കാളും കെ ജെ തോമസിനേക്കാളും സുരേഷ് കുറുപ്പിനേക്കാളിലൊക്കെ ഉയർന്ന ഒരു സ്ഥാനത്ത് ഇദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞു. അവർക്കാർക്കും മന്ത്രിമാരാവാൻ കഴിഞ്ഞില്ല. വാസവൻ മന്ത്രിയായി എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട വകുപ്പുകളും അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വാസവൻ ചേട്ടനുണ്ട്. വെറും ഒരു നെഞ്ചുപിടുത്തക്കാരനായ സഖാവ് വാസവനല്ല. സഖാവ് വാസവനുണ്ട്, കമ്മരി കൂടുമ്പോൾ പുള്ളി സഖാവായിട്ട് മാറും. അല്ലാത്തപ്പോൾ വാസവൻ ചേട്ടനായിട്ട് നടക്കാനാണ് പുള്ളിക്ക് താല്പര്യം. കോട്ടയം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെയാണ്, പുള്ളിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. ഏറ്റുമാനൂർ മണ്ഡലത്തിലാണ് ഈ മെഡിക്കൽ കോളേജ് ഇരിക്കുന്നത്. ഇവിടെ ഈ ക്യാപ്സൂൾ നിർമ്മാതാക്കൾ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ UDF ഭരണമാണ്. കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അടുത്ത മണ്ഡലത്തിലെ MLA ചാണ്ടി ഉമ്മനാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നുണ്ട്. അത് തികച്ചും തെറ്റാണ്. കോട്ടയം മണ്ഡലത്തിലല്ല, ഏറ്റുമാനൂർ മണ്ഡലത്തിലാണ് ഈ മെഡിക്കൽ കോളേജ് ഇരിക്കുന്നത്. ആർപ്പൂക്കര പഞ്ചായത്തിലാണ്, കോട്ടയം നഗരസഭയിലുമല്ല. പക്ഷേ ക്യാപ്സൂൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അതറിയില്ലോ. എനിക്കിവിടുന്ന് കണ്ണൂർ ജില്ലയെന്നോ കോഴിക്കോട് ജില്ലയെന്നോ കണ്ടിട്ട് ക്യാപ്സൂൾ ഉണ്ടായി വരുന്നത്. അവർ വേറെ കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം ടൗണിലാണ് ഇരിക്കുന്നത്. അങ്ങനെയല്ല, വാസവൻ സഖാവിൻ്റെ മണ്ഡലത്തിലാണ്. സഖാവിനോട് ചോദിച്ചാൽ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിൻ്റെ സർവേ നമ്പർ വരെ പറയും. അത്ര അറിവുള്ള ആളാണ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അത് കേട്ട ഉടനെ വാസവൻ ചേട്ടൻ അവിടെ എത്തും. കൂടാതെ വീണ മന്ത്രിയുമുണ്ട്. അവരുടെ പേര് തന്നെ വീണ മന്ത്രി എന്നാണ്. വളരെ ആത്മവിശ്വാസത്തോടെ പുള്ളി പറയുന്നു, ചിരിച്ചോണ്ട് പറയുന്നു, ഒരു പഴയ കെട്ടിടമാണ്, അതിടിഞ്ഞു വീണല്ല അത്ഭുതമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൊളിക്കാൻ നിർത്തിയിരുന്നതാണ്, പൊളിക്കാൻ പറ്റിയില്ല. അതിപ്പോൾ പുതിയ കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും പെട്ടിട്ടുണ്ടോ? ഇതിലാരും പെട്ടില്ല, എന്തേ പറഞ്ഞു എന്ന് പറഞ്ഞ് പുള്ളി വിസ്തരിച്ച് ഒന്നുകൂടി ചിരിക്കും. ഇപ്പോൾ ചിരി കണ്ടപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് സന്തോഷമായി, TV കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സന്തോഷമായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണു, ആർക്കും അപകടമൊന്നുമില്ല, ആളപായമില്ല എന്നും മന്ത്രി വാസവൻ പ്രഖ്യാപിച്ചു. കുറച്ച് കഴിഞ്ഞ് അറിയുന്നു അതിൻ്റെ അകത്തൊരു സ്ത്രീ പെട്ടുപോയിട്ടുണ്ട്. അപ്പോഴും പുള്ളി ചിരിച്ചു. ഒരു സ്ത്രീയല്ലേ പെട്ടുപോയി എന്നുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ മരിച്ചു എന്ന വാർത്ത വരുന്നു. പുള്ളി അപ്പോഴും ചിരിക്കുക യാതൊരു കുറവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ശ്രീകുമാരൻ തമ്പി കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു. ഇങ്ങനൊരു പാട്ട് എഴുതുമ്പോൾ പുള്ളി ഇത്രയും വിചാരിച്ചിട്ടില്ല. അങ്ങനെ വാസവൻ പിന്നെ ചിരിക്കും. മാധ്യമപ്രവർത്തകർ ചോദിക്കും, അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ ഉത്തരപ്പെടും.
ഒരു സ്ത്രീ മരിച്ചു എന്നുള്ളത് ശരിയാണ്, നിർഭാഗ്യകരമായ സംഭവമാണ്. പക്ഷേ ഇത് വളരെ പഴയൊരു കെട്ടിടമാണ്. ഇത് തകർന്നു വീണാൻ ആരും കുറ്റപ്പെടുത്താനില്ല. അവരുടെ ജാതകപ്രകാരം ആയുസ്സറ്റു. ലഗ്നാൽ ശനി 12-ലും കുജൻ 7-ലുമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് മരണം സംഭവിച്ചത്. അപ്പോൾ എല്ലാവരും സംശയം മാറും. തിരുവനന്തപുരത്ത് അന്ന് വീണമന്ത്രിയും വാസവൻ മന്ത്രിയോട് കൂടി പത്രസമ്മേളനം നടന്നു. വീണമന്ത്രി കുറച്ച് സീരിയസാണ്. മാധ്യമങ്ങൾ എന്നെ വേട്ടയാടുന്നു, ഞാൻ നിരപരാധിയാണ് എന്ന് പറയുമ്പോൾ വാസവൻ അപ്പോഴും സുസ്മേരവദനാണ്. പുള്ളിയുടെ പുഞ്ചിരിക്ക് യാതൊരു വാട്ടവുമില്ല. പുള്ളി പിന്നെയും ചിരിച്ചുകൊണ്ട് തന്നെ പറയും, ഒരു സ്ത്രീ മരിച്ചു പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് ആരുടെയും കുറ്റമല്ലല്ലോ. ഒരാൾ മരിക്കുന്നത് ആയുസ്സെത്തുമ്പോഴാണ്. ഇപ്പോൾ കാലൻ പോത്തിൻ്റെ പുറത്ത് കയറുമായിട്ട് വരുമ്പോൾ മെഡിക്കൽ കോളേജാണോ അത് എഞ്ചിനീയറിംഗ് കോളേജാണോ എന്നൊന്നും നോക്കുകയില്ല. എവിടെ വെച്ചാണെങ്കിലും ഭിത്തിയിടുകയും അതിൻ്റെ അടിയിൽ ആൾ പെടുകയും ചെയ്താൽ കത്തിക്കൽ കഴിഞ്ഞു പോകും എന്ന കാര്യം ആർക്കറിയാൻ പാടുള്ളത് എന്ന് വെച്ചാൽ പുള്ളി പിന്നെയും ചിരിക്കും. അത് കഴിഞ്ഞ് പുള്ളിയുടെ ഏറ്റവും കൊടികെട്ടിയ ഫലിതം എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി ഉന്തിത്തള്ളി താഴെ ഇട്ടല്ലല്ലോ, അത് തന്നെ ഇടിഞ്ഞു വീണതല്ലേ എന്ന ചോദ്യമാണ്. അത് കേട്ട് മാപ്രകൾ പോലും പൊട്ടിച്ചിരിച്ചു പോയി. ടി വിയിൽ ഇത് കണ്ടിട്ട് എനിക്ക് ചിരി അടക്കാൻ പറ്റില്ല. കാരണം വാസവൻ സഖാവ് ആൾ രസികനാണ്, കുസൃതിക്കാരനാണ്, തമാശക്കാരനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്ര വലിയ തമാശ ഒരാൾ മരിച്ച സംഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ അസാമാന്യമായ ഫലിത സാമർഥ്യം വേണം. കുഞ്ചതമ്പ്യാരോ അല്ലെങ്കിൽ എം.ആർ. നായർ, സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയ എം.ആർ. നായരോ ഇ.വി. കൃഷ്ണപിള്ളയാണെങ്കിൽ പോലും ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇത്ര ഗംഭീരമായൊരു ഫലിതം പറയും. ആ പറഞ്ഞ ഫലിതം ആസ്വദിച്ച് ചിരിക്കുകയും ചെയ്യാൻ കഴിയില്ല. അതാണ് വാസവൻ ചേട്ടൻ. സത്യത്തിൽ ഈ മന്ത്രിസഭയിൽ പ്രഗത്ഭരായ ഒരുപാട് മന്ത്രിമാരെക്കുറിച്ച് ഞാൻ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. വീണമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബിന്ദു മന്ത്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശിവൻകുട്ടി അദ്ദേഹത്തെക്കുറിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട്, സജി ചെറിയാനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്ര രസികനായ ഒരു മന്ത്രി ഈ രണ്ടാം പിണറായി മന്ത്രി സർക്കാരിലുണ്ടെന്നുള്ള കാര്യം എനിക്ക് പോലും അത്ര അങ്ങ് അറിയില്ലല്ലോ. പക്ഷേ ഇദ്ദേഹത്തെ പോലെ രസികനായ ഒരു മന്ത്രി കിട്ടിയ മലയാളികളായോ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം. ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ അപകടം നടക്കുമ്പോൾ അവിടെ ഓടിയെത്താൻ, ചിരിച്ചുകൊണ്ട് തന്നെ ടി വി ക്യാമറയെ അഭിമുഖീകരിക്കാൻ, അത് കഴിഞ്ഞ് മരണം സംഭവിച്ചു എന്ന് പറയുമ്പോൾ പിന്നെയും ചിരിക്കാൻ, അത് കഴിഞ്ഞ് ആരോഗ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു മന്ത്രി ഉണ്ടാവുകയെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. ഇവിടെ എത്ര മന്ത്രിമാരുണ്ട് ഇല്ലേ? ഈ സമയത്ത് കെ എം മാണിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞാൽ ആ മരിച്ച സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് നെഞ്ചത്തിടിച്ച് നിലവിളിച്ചാൽ. അങ്ങനെയാണ് സാധാരണ ആളുകൾ ചെയ്യുക. ഉമ്മൻചാണ്ടിയാണെങ്കിൽ ചെയ്തത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. വാസവൻ ചേട്ടൻ അങ്ങനെയല്ല. പുള്ളി ഇതുപോലെയുള്ള ചിരിച്ചതിന് ശേഷവും നാട്ടുകാരെ ഏമാറ്റി വീണ്ടും നിയമസഭയിലേക്ക് ജയിക്കാൻ, വീണ്ടും മന്ത്രിയാകാൻ ഇനി ഒരു പക്ഷേ പിണറായി വിജയൻ്റെ കണ്ണടഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ എത്താൻ സാധ്യതയുള്ള ആളാണ്. റിയാസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻഡർ എന്ന് പറയുന്നത് വാസവൻ ചേട്ടനാണ്. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, മുതിർന്ന നേതാവാണ്. ദേശീയ കമ്മിറ്റിയിലുണ്ടെന്ന് എനിക്ക് സംശയം, കേന്ദ്ര കമ്മിറ്റിയിലുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അടുത്ത തവണ പുള്ളി ഉൾപ്പെടുത്തും. റിയാസിനെതിരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരാളും കൂടിയാണ് പുള്ളി. വളരെ പ്രബലനാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ക്യാബിനറ്റിലെ ഏറ്റവും സമ്പന്നനായ ആൾ ഇദ്ദേഹമാണെന്നാണ് ശത്രുക്കൾ പറയുന്നത്. ഏതായാലും പുള്ളി ഇവിടെ കൊണ്ട് നിർത്തില്ല. ഇതുപോലെയുള്ള തമാശകൾ ഇനിയും ഉണ്ടാകും. പുള്ളിയുടെ വിശ്വവശ്യമായ പുഞ്ചിരി, വാസവസ്മിതം നമുക്ക് ഭാവിയിലും തുടർന്ന് കാണാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സഖാവിന് എല്ലാ വിജയാശംസകളും നേരുന്നു. ചിരി വാടാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.